ഹലോ ഫ്രണ്ട്സ്, ഹോപ്പിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത് PSCയുടെ ആവർത്തിത ചോദ്യങ്ങളും അതിൻ്റെ എക്സ്പ്ലനേഷൻസുമാണ്. അപ്പോൾ നമുക്ക് ക്ലാസ്സിലേക്ക് കടക്കാം. ആദ്യത്തെ ചോദ്യം, റിസർവ് ബാങ്കിൻ്റെ ആസ്ഥാനം. ഉത്തരം മുംബൈയാണ് റിസർവ് ബാങ്കിൻ്റെ ആസ്ഥാനം. മുംബൈയിൽ നരിമാൻ പോയിൻ്റാണ് റിസർവ് ബാങ്കിൻ്റെ ആസ്ഥാനം. റിസർവ് ബാങ്ക് സ്ഥാപിതമാകുന്നത് 1935 ഏപ്രിൽ 1-നാണ്. 1935 ഏപ്രിൽ 1-നാണ് റിസർവ് ബാങ്ക് സ്ഥാപിതമാകുന്നത്. കൂടാതെ 1949 ജനുവരി 1-നാണ് റിസർവ് ബാങ്ക് ദേശസാൽക്കരിക്കുന്നത്. റിസർവ് ബാങ്ക് ദേശസാൽക്കരിക്കുന്നത് 1949 ജനുവരി 1-നാണ്. ഇന്ത്യയിലെ ബാങ്കുകളുടെ ബാങ്ക് എന്നറിയപ്പെടുന്നത് റിസർവ് ബാങ്കാണ്. റിസർവ് ബാങ്കിൻ്റെ ആദ്യത്തെ ഗവർണറാണ് ഓസ്ബോൺ സ്മിത്ത്. ഇന്ത്യക്കാരനായ ആദ്യത്തെ റിസർവ് ബാങ്കിൻ്റെ ഗവർണർ എന്ന് പറയുന്നത് CD ദേശ്മുഖാണ്. നമുക്കറിയാം, ഇന്ത്യയിലെ ആദ്യത്തെ ഇടക്കാല ബഡ്ജറ്റ് അവതരിപ്പിച്ച വ്യക്തിയാണ് CD ദേശ്മുഖ്. അപ്പോൾ ഇദ്ദേഹമാണ് റിസർവ് ബാങ്കിൻ്റെ ഇന്ത്യക്കാരനായ ആദ്യത്തെ ഗവർണർ. റിസർവ് ബാങ്കിൻ്റെ ആദ്യത്തെ ഗവർണർ ഓസ്ബോൺ സ്മിത്ത്, ഇന്ത്യക്കാരനായ ആദ്യത്തെ ഗവർണർ CD ദേശ്മുഖ്. ഏറ്റവും കൂടുതൽ കാലം റിസർവ് ബാങ്കിൻ്റെ ഗവർണറായിരുന്നത് ബെനഗൽ രാമറാവു ആണ്. റിസർവ് ബാങ്കിലെ ഏറ്റവും കൂടുതൽ കാലം ഗവർണറായിട്ട് സേവനമനുഷ്ഠിച്ചത് ബെനഗൽ രാമറാവു ആണ്. കഴിഞ്ഞ VOയ്ക്ക് ചോദിച്ചൊരു ചോദ്യമാണ്. അടുത്ത പോയിന്റ്, റിസർവ് ബാങ്കിൻ്റെ നിലവിലെ ഗവർണർ എന്ന് പറയുന്നത് ശക്തികാന്ത ദാസാണ്. റിസർവ് ബാങ്കിൻ്റെ നിലവിലെ ഗവർണർ ശക്തികാന്ത ദാസാണ്. അദ്ദേഹം 25ാമത് റിസർവ് ബാങ്ക് ഗവർണറാണ്. ഇന്ത്യയിലെ 25ാമത് റിസർവ് ബാങ്ക് ഗവർണറാണ് ശക്തികാന്ത ദാസ്. അപ്പോൾ നമ്മുടെ ചോദ്യം ഇതായിരുന്നു, റിസർവ് ബാങ്കിൻ്റെ ആസ്ഥാനം മുംബൈ. അടുത്ത ചോദ്യം, ബൊക്കാറോ ഇരുമ്പുരുക്കശാല നിർമ്മിക്കാൻ സഹായിച്ച രാജ്യം. ഉത്തരം സോവിയറ്റ് യൂണിയൻ. റഷ്യയാണ് ബൊക്കാറോ ഇരുമ്പുരുക്കശാല നിർമ്മിക്കാൻ ഇന്ത്യയെ സഹായിച്ച രാജ്യം. ബൊക്കാറോ ഇരുമ്പുരുക്കശാല എന്ന് പറയുന്നത് ഇന്ത്യയിലെ ഏറ്റവും വലിയ സ്റ്റീൽ പ്ലാന്റാണ് ബൊക്കാറോ ഇരുമ്പുരുക്കശാല. ഇത് സ്ഥിതി ചെയ്യുന്നത് ജാർഖണ്ഡിലാണ് ബൊക്കാറോ ഇരുമ്പുരുക്കശാല സ്ഥിതി ചെയ്യുന്നത്. ബൊക്കാറോ ഇരുമ്പുരുക്കശാല സ്ഥാപിതമായത് 1964-ലാണ്. SCERT ടെക്സ്റ്റുകളിൽ 1964 എന്നാണ് കിടക്കുന്നത്. എന്നാൽ ചില ടെക്സ്റ്റുകളിൽ 1972 കണ്ടിട്ടുണ്ട്. അപ്പോൾ നമുക്ക് SCERTയിൽ ആ ഒരു പോയിന്റ് തന്നെ പഠിക്കാം. SCERTയിൽ കിടക്കുന്നത് 1964 ബൊക്കാറോ സ്ഥാപിതമാകുന്നു എന്നാണ്. ബൊക്കാറോ സ്ഥിതി ചെയ്യുന്നത് ജാർഖണ്ഡിലാണ്. ബൊക്കാറോ നിലവിൽ വരുന്നത് 3ാം പഞ്ചവത്സര പദ്ധതി കാലത്താണ്. നമുക്കറിയാം, 2ാം പഞ്ചവത്സര പദ്ധതി എന്ന് പറയുന്നത് വ്യാവസായിക മേഖലയ്ക്ക് ഊന്നൽ കൊടുത്ത പഞ്ചവത്സര പദ്ധതിയായിരുന്നു. ആ സമയത്ത് വരുന്ന സ്റ്റീൽ പ്ലാന്റുകളാണ് റൂർക്കേല, ദുർഗാപൂർ, ഭിലായ് എന്നീ സ്റ്റീൽ പ്ലാന്റുകൾ. അപ്പോൾ ഇത് മൂന്നും വരുന്നത് 1959-ആണ്. കൂടാതെ 3ാം പഞ്ചവത്സര പദ്ധതി കാലത്ത് വന്നത് നമ്മുടെ 61-66 ആ ഒരു സമയത്ത് 51-56 1, 56-61 2ാം പഞ്ചവത്സര പദ്ധതി, 61-66 3ാം പഞ്ചവത്സര പദ്ധതി. അപ്പോൾ ഈ ഒരു കാലയളവിലാണ് ബൊക്കാറോ ഇരുമ്പുരുക്കശാല നിലവിൽ വന്ന വർഷം 1964. SCERT ചോദ്യം അനുസരിച്ചാണ് 64. കൂടാതെ ഇന്ത്യയിലെ ഏറ്റവും വലിയ സ്റ്റീൽ പ്ലാന്റാണ് ബൊക്കാറോ. അപ്പോൾ ചോദ്യം എന്തായിരുന്നു, ബൊക്കാറോ ഇരുമ്പുരുക്കശാല നിർമ്മിക്കാൻ സഹായിച്ച രാജ്യമാണ് റഷ്യ അല്ലെങ്കിൽ സോവിയറ്റ് യൂണിയൻ. അടുത്ത 3ാമത്തെ ചോദ്യം, വന്ദേമാതരം എടുത്തിട്ടുള്ള കൃതി. ഉത്തരം ആനന്ദമഠം. ബങ്കിം ചന്ദ്ര ചാറ്റർജിയുടെ ഒരു നോവലാണ് ആനന്ദമഠം. ഈ ആനന്ദമഠം എന്ന നോവലിൽ നിന്നാണ് വന്ദേമാതരം എടുത്തിട്ടുള്ളത്. നമ്മുടെ ദേശീയ ഗീതമാണ് വന്ദേമാതരം നമ്മുടെ ദേശീയ ഗീതമായിട്ട് അംഗീകരിച്ചത് 1950 ജനുവരി 24 നമുക്കറിയാം. അപ്പോൾ ഈ വന്ദേമാതരം എടുത്തിട്ടുള്ള ആനന്ദമഠം എന്ന് പറയുന്ന ഒരു നോവലാണെന്ന് ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ നോവൽ പ്രമേയമാക്കിയിരിക്കുന്നത് സന്യാസി കലാപമാണ്. ബംഗാളിൽ നടന്ന സന്യാസി കലാപത്തെക്കുറിച്ച് പറയുന്ന ഒരു നോവലാണ്. ബങ്കിം ചന്ദ്ര ചാറ്റർജിയുടെ നോവലാണ് ആനന്ദമഠം. അപ്പോൾ ഈ ആനന്ദമഠത്തിൽ നിന്നാണ് നമ്മുടെ ദേശീയ ഗീതമായ വന്ദേമാതരം എടുത്തിട്ടുള്ളത്. അടുത്ത ചോദ്യം, ഫ്രഞ്ച് വിപ്ലവം നടന്ന വർഷം. 4ാമത്തെ ചോദ്യമാണ്, ഫ്രഞ്ച് വിപ്ലവം നടന്ന വർഷം. ഉത്തരം 1789. 1789-നാണ് ഫ്രഞ്ച് വിപ്ലവം നടക്കുന്നത്. നമുക്കറിയാം, വിപ്ലവങ്ങളുടെ മാതാവ് എന്നൊക്കെ അറിയപ്പെടുന്നത് എന്താണ്? ഫ്രഞ്ച് വിപ്ലവമാണ്. വിപ്ലവങ്ങളുടെ മാതാവ് എന്നറിയപ്പെടുന്നത് ഫ്രഞ്ച് വിപ്ലവമാണ്. 1789 ജൂലൈ 14 നമ്മുടെ ഈ ഫ്രഞ്ചിൻ്റെ ആ ഒരു മാടമ്പിത്വത്തിൻ്റെയൊക്കെ ഒരു പ്രതീകമായിരുന്ന ബാസ്റ്റിയൽ ജയിൽ തകർത്തതോടുകൂടിയാണ് ഫ്രഞ്ച് വിപ്ലവത്തിന് തുടക്കം കുറിക്കുന്നത്. അപ്പോൾ ആ ഒരു ഡേറ്റ് തന്നെ ഉണ്ട്. ജൂലൈ 14 എന്ന് പറയുന്നത് ഫ്രഞ്ച് സ്വാതന്ത്ര്യ ദിനമാണ്. ജൂലൈ 14. ഇത് ഫ്രഞ്ചിൻ്റെ മാടമ്പിത്വത്തിൻ്റെ പ്രതീകമായിരുന്ന ബാസ്റ്റിയൽ ജയിൽ തകർത്ത ദിനമാണ് 1789 ജൂലൈ 14. ആ ദിനമാണ് ഫ്രഞ്ച് സ്വാതന്ത്ര്യമായിട്ട് ആഘോഷിക്കുന്നത്.
അപ്പോൾ ഫ്രഞ്ച് വിപ്ലവത്തിൻ്റെ പ്രവാചകൻ എന്നറിയപ്പെടുന്നത് റൂസോയാണ്. ഫ്രഞ്ച് വിപ്ലവത്തിൻ്റെ പ്രവാചകൻ എന്നറിയപ്പെടുന്നത് റൂസോയും, എന്നാൽ ഫ്രഞ്ച് വിപ്ലവത്തിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്നത് വോൾട്ടയറാണ്. രണ്ട് തിരിഞ്ഞു പോകരുത്. ഫ്രഞ്ച് വിപ്ലവത്തിൻ്റെ പ്രവാചകൻ എന്നറിയപ്പെടുന്നത് റൂസോയും, ഫ്രഞ്ച് വിപ്ലവത്തിൻ്റെ പിതാവ്, ആദ്യം പറഞ്ഞ പ്രവാചകനായിരുന്നു, പ്രവാചകൻ റൂസോയും, പിതാവ് എന്ന് പറയുന്നത് വോൾട്ടയറുമാണ്. ഓക്കെ, അപ്പോൾ അത് ക്ലിയർ ചെയ്ത് പഠിക്കുക. അടുത്ത് ഫ്രഞ്ച് വിപ്ലവം നടക്കുന്ന സമയത്തെ ഫ്രഞ്ച് രാജവംശം എന്ന് പറയുന്നത്, ഫ്രഞ്ച് ഭരിച്ചിരുന്ന രാജവംശം ബോർബോൺ രാജവംശമാണ്. ഇതും ചോദിച്ചിട്ടുണ്ട്. ഫ്രഞ്ച് വിപ്ലവം നടക്കുന്ന സമയത്തെ ഫ്രഞ്ച് ഭരിച്ചിരുന്ന രാജവംശമാണ് ബോർബോൺ രാജവംശം. ഫ്രഞ്ച് വിപ്ലവവുമായിട്ട് ബന്ധപ്പെട്ട പ്രധാന 3 കോട്സുകളുണ്ട്. ഞാനാണ് രാഷ്ട്രം എന്ന് പറഞ്ഞത് ലൂയി 14. ഞാനാണ് രാഷ്ട്രം ലൂയി 14. എനിക്ക് ശേഷം പ്രളയം എന്ന് പറഞ്ഞത് ലൂയി 15. എന്നാൽ ഫ്രഞ്ച് വിപ്ലവം നടക്കുന്ന സമയത്തെ ഫ്രഞ്ച് രാജാവായിരുന്നത് ലൂയി 16 ആയിരുന്നു. ഓക്കെ, അപ്പോൾ അത്രയും ഒന്നും കൂടെ പറയാം. ഞാനാണ് രാഷ്ട്രം ലൂയി 14, എനിക്ക് ശേഷം പ്രളയം ലൂയി 15. എന്നാൽ ഫ്രഞ്ച് വിപ്ലവം നടക്കുന്ന സമയത്ത് ലൂയി 16 ആയിരുന്നു ഫ്രഞ്ചിലെ ചക്രവർത്തി എന്ന് പറയാം. അടുത്ത ചോദ്യമാണ് കേരളത്തിൻ്റെ മാഗ്ന കാർട്ട. കേരളത്തിൻ്റെ മാഗ്ന കാർട്ട എന്നറിയപ്പെടുന്ന ക്ഷേത്രപ്രവേശന വിളംബരമാണ്. 1936 നവംബർ 12 അല്ലേ, നവംബർ 12 നടന്നതാണ് ക്ഷേത്രപ്രവേശന വിളംബരം. ഇത് പുറപ്പെടുവിച്ചതാരാണ്? ചിത്തിര തിരുനാളാണ്. അന്നത്തെ രാജാവായിരുന്ന തിരുവിതാംകൂർ രാജാവായിരുന്ന ചിത്തിര തിരുനാളാണ് ക്ഷേത്രപ്രവേശന വിളംബരം നടത്തിയത്. ഇതാണ് കേരളത്തിൻ്റെ മാഗ്ന കാർട്ട എന്നും ആധുനിക തിരുവിതാംകൂറിൻ്റെ മാഗ്ന കാർട്ട എന്നൊക്കെ അറിയപ്പെടുന്ന ഏതാണ്? ക്ഷേത്രപ്രവേശന വിളംബരമാണ്. ക്ഷേത്രപ്രവേശന വിളംബരം എഴുതി തയ്യാറാക്കിയത് ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിൻ്റാണ്, ഉള്ളൂർ എസ് പരമേശ്വര അയ്യർ. ഉള്ളൂർ എസ് പരമേശ്വര അയ്യറാണ് ക്ഷേത്രപ്രവേശന വിളംബരം എഴുതി തയ്യാറാക്കിയത്. അപ്പോൾ ഇതുമായിട്ട് ബന്ധപ്പെട്ട 3 കോട്സ് ഉണ്ട്. എന്താണ്? ആധുനിക ലോകത്തെ മഹാത്ഭുതം എന്ന് ആര് വിശേഷിപ്പിച്ചു? ഗാന്ധിജി ക്ഷേത്രപ്രവേശന വിളംബരത്തെ വിശേഷിപ്പിച്ചു. ആധുനിക ലോകത്തെ മഹാത്ഭുതം എന്ന് ഗാന്ധിജി ക്ഷേത്രപ്രവേശന വിളംബരത്തെ വിശേഷിപ്പിച്ചു. കൂടാതെ ക്ഷേത്രപ്രവേശന വിളംബരത്തെ തിരുവിതാംകൂറിൻ്റെ ആധ്യാത്മിക രേഖ എന്ന് വിശേഷിപ്പിച്ചത് TK വേലുപിള്ളയാണ്. ഓർത്തു വയ്ക്കുക, തിരുവിതാംകൂറിൻ്റെ ആധ്യാത്മിക രേഖ എന്ന ക്ഷേത്രപ്രവേശന വിളംബരത്തെ വിശേഷിപ്പിച്ചത് TK വേലുപിള്ളയാണ്. എന്നാൽ ക്ഷേത്രപ്രവേശന വിളംബരത്തെ തീർത്തും അഹിംസാപരവും രക്തരഹിതവുമായ വിപ്ലവം എന്ന് വിശേഷിപ്പിച്ചത് C രാജഗോപാലാചാരിയാണ്. P രാജഗോപാലാചാരി അല്ല, C രാജഗോപാലാചാരിയാണ് ഈ ക്ഷേത്രപ്രവേശന വിളംബരത്തെ എന്തെന്ന് വിശേഷിപ്പിച്ചു? തീർത്തും അഹിംസാപരവും രക്തരഹിതവുമായ വിപ്ലവമെന്ന് വിശേഷിപ്പിച്ചത്. ചോദ്യം ഇതായിരുന്നു, കേരളത്തിൻ്റെ മാഗ്ന കാർട്ട, ആധുനിക തിരുവിതാംകൂറിൻ്റെ മാഗ്ന കാർട്ട എന്നൊക്കെ അറിയപ്പെടുന്നതാണ് ക്ഷേത്രപ്രവേശന വിളംബരമാണ്. അടുത്ത ചോദ്യമാണ് ബംഗാൾ വിഭജനം നടത്തിയത്. എല്ലാവർക്കും അറിയാവുന്നൊരു ചോദ്യമാണ് അല്ലേ. ബംഗാൾ വിഭജനം നടത്തിയത് ആരാണ്? കഴ്സൺ പ്രഭുവാണ്. PSC ഒരുപാട് തവണ ചോദിച്ച ചോദ്യമാണ്. ബംഗാൾ വിഭജനം നടത്തിയത് കഴ്സൺ പ്രഭുവാണ്. വർഷം കൂടി പഠിക്കുക. 1905 ബംഗാൾ വിഭജനം കഴ്സൺ പ്രഭു നടത്തുന്നത്. എന്നാൽ ബംഗാൾ വിഭജനം റദ്ദ് ചെയ്തത് ഹർഡിഞ്ച് സെക്കൻഡാണ്. 1911 ബംഗാൾ വിഭജനം റദ്ദ് ചെയ്യുന്നത്. അത് ഹർഡിഞ്ച് സെക്കൻഡാണ്. ഓക്കെ, അടുത്ത 7ാമത്തെ ചോദ്യം, ക്യൂണിക്കൾച്ചർ എന്നാൽ എന്ത്? ക്യൂണിക്കൾച്ചർ എന്നാൽ എന്ത്? ക്യൂണിക്കൾച്ചർ എന്ന് പറയുന്നത് മുയൽ വളർത്തലാണ്. മുയൽ വളർത്തലാണ് എന്തെന്നറിയപ്പെടുന്നത്? ക്യൂണിക്കൾച്ചർ എന്ന് അറിയപ്പെടുന്നത്. അതുമായിട്ട് ബന്ധപ്പെട്ട് നമുക്ക് മറ്റു പോയിന്റ്സുകൾ നോക്കാം. പല രീതിയിലുള്ള കൃഷി രീതികൾ. എപ്പിക്കൾച്ചർ എന്ന് പറയുന്നത് തേനീച്ച വളർത്തലാണ്. തേനീച്ച കൃഷി അറിയപ്പെടുന്നത് എപ്പിക്കൾച്ചർ എന്നാണ്. PSC ഒരുപാട് തവണ ചോദിച്ചിട്ടുള്ളതാണ് ഈ ഒരു ചോദ്യം. അപ്പോൾ തേനീച്ച വളർത്തൽ രീതി എപ്പിക്കൾച്ചർ എന്നും, എന്നാൽ പട്ടുനൂൽ കൃഷി അറിയപ്പെടുന്നത് സെറികൾച്ചർ എന്നാണ്. പട്ടുനൂൽ കൃഷി അറിയപ്പെടുന്നത് സെറികൾച്ചർ എന്നാണ്. സെറികൾച്ചർ എന്നാണ് പട്ടുനൂൽ കൃഷി അറിയപ്പെടുന്നത്. പെഡോളജി ഒരുപാട് തവണ ചോദിച്ച ചോദ്യമാണ്. പെഡോളജി എന്ന് പറഞ്ഞാൽ എന്താണ്? മണ്ണ് പഠനം അല്ലേ. മണ്ണിനെ കുറിച്ചുള്ള പഠനമാണ് പെഡോളജി എന്ന് പറയുന്നത്. എന്നാൽ മണ്ണ് രൂപീകരണത്തെക്കുറിച്ചുള്ള പഠനമാണ് എന്ത്? അത് പെഡോജെനിസിസ് എന്ന് പറയും. മണ്ണ് രൂപീകരണം പെഡോജെനിസിസും മണ്ണിനെ കുറിച്ചുള്ള പഠനം പെഡോളജിയും എന്ന് അറിയപ്പെടുന്നു അല്ലേ. കുട്ടികളെ കുറിച്ചുള്ള പഠനം എന്താണ്? പെഡോളജി തന്നെയാണ്. കുട്ടികളെക്കുറിച്ചുള്ള പഠനവും പെഡോളജി തന്നെയാണ്. സ്പെല്ലിങ്ങിൽ ചില തിരുത്തുകളുണ്ട്. അപ്പോൾ രണ്ടും പ്രൊനൗൺസ് ചെയ്യുന്ന ഒരുപോലെയാണ്. പെഡോളജി മണ്ണ് പഠനവുമെന്നും പെഡോളജി എന്താണ് കുട്ടികളെക്കുറിച്ചുള്ള പഠനം. സ്പെല്ലിങ്ങിൽ വ്യത്യാസമുണ്ട്. അടുത്ത് അവസാനമായി മുന്തിരി കൃഷി അറിയപ്പെടുന്നത് എന്താണ്? വിറ്റികൾച്ചർ എന്നാണ്. മുന്തിരി കൃഷി അറിയപ്പെടുന്നത് വിറ്റികൾച്ചർ എന്നാണ്. അപ്പോൾ ചോദ്യം ഇതായിരുന്നു, ക്യൂണിക്കൾച്ചർ എന്നാൽ എന്താണ്? അത് മുയൽ വളർത്തലാണ്. ഓക്കെ, നമുക്ക് മുയൽ വളർത്തലുമായിട്ട് അപ്പോൾ മുയലിൻ്റെ 3 ഇനങ്ങൾ നമ്മൾ പഠിക്കണം അല്ലേ. 3 തരം മുയലുകൾ ഏതൊക്കെയാണ്? ഗ്രേറ്റ് ജൈൻറ്റ്, വൈറ്റ് ജൈൻറ്റ്, അങ്കോറ എന്നിവയെല്ലാം എന്താണ്? മുയലിൻ്റെ ഇനങ്ങളാണ്. പലതരം മുയലിൻ്റെ ഇനങ്ങളാണെന്ത്? ഗ്രേറ്റ് ജൈൻറ്റ്, വൈറ്റ് ജൈൻറ്റ്, ബോബോയിറ്റല്ല, ഗ്രേറ്റ് ജൈൻറ്റ്, വൈറ്റ് ജൈൻറ്റ്, അങ്കോറ എന്നിവ എന്താണ്? പലതരം മുയലിൻ്റെ ഇനങ്ങളാണ്. ഇതും SCRT എന്നുള്ള ചോദ്യങ്ങളാണ്. അടുത്ത് 8ാമത്തെ ചോദ്യം, വൈറ്റമിൻ ഡിയുടെ കുറവ് മൂലമുണ്ടാകുന്ന രോഗം. ഉത്തരം കണ.
അല്ലെങ്കിൽ റിക്കറ്റ്സ് എന്ന് പറയും അല്ലേ. വൈറ്റമിൻ ഡി, കാൽസിഫറോൾ എന്നൊക്കെ അറിയപ്പെടുന്ന വൈറ്റമിൻ, സൂര്യപ്രകാശത്തിൽ നിന്ന് ലഭിക്കുന്ന വൈറ്റമിനായ ഡിയുടെ കുറവ് മൂലം ഉണ്ടാകുന്ന രോഗമാണ് കണ. അപ്പോൾ മറ്റുള്ള വൈറ്റമിൻസും അതുമായിട്ട് ബന്ധപ്പെട്ട രോഗങ്ങളും നോക്കാം. അപര്യാപ്തത രോഗങ്ങളാണ്. വൈറ്റമിൻ എയുടെ അപര്യാപ്തത കൊണ്ടുണ്ടാകുന്ന രോഗമാണ് നിശാന്തത അല്ലേ. നിശാന്തത എന്ന് പറയുന്നത് നൈറ്റ് ബ്ലൈൻഡ്നെസ് എന്ന് പറയുന്നത് വൈറ്റമിൻ എയുടെ കുറവ് കൊണ്ടുണ്ടാകുന്ന രോഗമാണ്. വൈറ്റമിൻ ബിയിലെ കുറവ് കൊണ്ടുണ്ടാകുന്ന രോഗമാണ് ബെറിബെറി. എക്സൈറ്റ് ആയിട്ട് പറഞ്ഞാൽ B1 കുറവ് കൊണ്ടുണ്ടാകുന്ന രോഗമാണ് വൈറ്റമിൻ B1, തയാമിൻ എന്ന് പറയുന്നതിൻ്റെ കുറവ് കൊണ്ടുണ്ടാകുന്ന രോഗമാണ് ബെറിബെറി. അതുപോലെ B3 കുറവ് കൊണ്ടുണ്ടാകുന്ന വൈറ്റമിൻ B3 കുറവ് കൊണ്ടുണ്ടാകുന്ന രോഗമാണ് പെല്ലഗ്ര എന്ന് പറയുന്നത്. ആൻറ്റി പെല്ലഗ്ര വൈറ്റമിൻ എന്നറിയപ്പെടുന്ന B3 അല്ലേ. അപ്പോൾ B3 എന്ന് പറയുന്ന പെല്ലഗ്ര രോഗമുണ്ടാകുന്നതാണ്, അതിൻ്റെ കുറവ് കൊണ്ടുണ്ടാകുന്നതാണ്. വൈറ്റമിൻ B9 എന്ന് പറയുന്നത് നമ്മൾ പഠിച്ചിട്ടുണ്ട്, ഫോളിക് ആസിഡ് എന്ന് പറയും. അപ്പോൾ അത് വിളർച്ചയിലേക്ക് നയിക്കും. വൈറ്റമിൻ B9 കുറവ് എന്തിലേക്ക് നയിക്കും? വിളർച്ചയിലേക്ക് നയിക്കും. അടുത്ത് വൈറ്റമിൻ സി എന്ന് പറയുന്നത് എന്താണ്? അബ്സ്കോർബിക് ആസിഡ് അല്ലേ. അതെന്താണ്? സ്കർവിയാണ് വരുന്നത്. നാവികരുടെ പ്ലേഗ് എന്നറിയപ്പെടുന്ന സ്കർവിക്ക് ഇടയാക്കും വൈറ്റമിൻ സിയുടെ കുറവ്. വൈറ്റമിൻ ഡിയുടെ കുറവ് നമ്മൾ തൊട്ട് മുമ്പ് പറഞ്ഞു, കണ എന്ന് പറയുന്ന രോഗമുണ്ടാക്കും. എന്നാൽ വൈറ്റമിൻ കെയിലെ കുറവ് കൊണ്ടുണ്ടാകും, ഫിലോക്കിനോൾ എന്ന് പറയും. അപ്പോൾ വൈറ്റമിൻ കെയുടെ കുറവ് കൊണ്ടുണ്ടാകുന്ന രോഗമാണ് ഹീമോഫീലിയ. രാജകീയ രോഗം എന്നൊക്കെ അറിയപ്പെടുന്ന രക്തം കട്ട പിടിക്കാതിരിക്കുന്ന ഒരവസ്ഥ എന്താണ്? ഹീമോഫീലിയ. ക്രിസ്മസ് രോഗം എന്നറിയപ്പെടുന്ന ഹീമോഫീലിയാണ് വൈറ്റമിൻ കെയുടെ കുറവ് മൂലം ഉണ്ടാകുന്ന രോഗം. എന്നാൽ വൈറ്റമിൻ ഇയുടെ കുറവ് കൊണ്ടുണ്ടാകുന്ന രോഗമാണ് വന്ധ്യത. ഓക്കെ, സ്റ്റെറിലിറ്റി. വൈറ്റമിൻ ഇയുടെ കുറവ് കൊണ്ടുണ്ടാകുന്ന രോഗമാണ് വന്ധ്യത. ഇപ്പോൾ ചോദ്യം ഇതായിരുന്നു, വൈറ്റമിൻ ഡിയുടെ കുറവ് മൂലം ഉണ്ടാകുന്ന രോഗമാണ് കണ. അടുത്ത് 9ാമത്തെ ചോദ്യം, ഇന്ത്യ വിക്ഷേപിച്ച ആദ്യത്തെ കൃത്രിമ ഉപഗ്രഹം. ഇന്ത്യ വിക്ഷേപിച്ച ആദ്യത്തെ കൃത്രിമ ഉപഗ്രഹമാണ് ആര്യഭട്ട. ആര്യഭട്ട വിക്ഷേപിക്കുന്ന 1975 ഏപ്രിൽ 19 ഇന്ത്യയുടെ ആദ്യത്തെ കൃത്രിമ ഉപഗ്രഹമായ ആര്യഭട്ട വിക്ഷേപിച്ചത്. ഇത് സോവിയറ്റ് യൂണിയൻ്റെ സഹായത്തോടെ സോവിയറ്റ് യൂണിയനിലെ ബൈക്കനൂർ എന്ന് പറയുന്ന സ്ഥലത്ത് നിന്നാണ് വിക്ഷേപിച്ചത്. ലോഞ്ചിങ് സ്റ്റേഷനിൽ നിന്നാണ് വിക്ഷേപിച്ചത്. 1975 ഏപ്രിൽ 19. ഡേറ്റ് ഇമ്പോർട്ടൻ്റ് ആണ്, പഠിച്ചു വയ്ക്കുക. കൂടാതെ ഇന്ത്യയുടെ രണ്ടാമത്തെ കൃത്രിമ ഉപഗ്രഹമാണ് ഭാസ്കര 1. ഭാസ്കര 1 1979, 4 വർഷം കഴിഞ്ഞിട്ടാണ് വിക്ഷേപിക്കുന്നത്. ഇത് ഇന്ത്യയുടെ ആദ്യത്തെ ഭൗമ നിരീക്ഷണ ഉപഗ്രഹമാണ് ഭാസ്കര 1. ഇത് ഇന്ത്യയുടെ രണ്ടാമത്തെ കൃത്രിമ ഉപഗ്രഹം കൂടിയാണ്. വിക്ഷേപിച്ച വർഷം 1979. എന്നാൽ ആദ്യത്തെ വാർത്താവിനിമയ ഉപഗ്രഹമാണ് ആപ്പിൾ. നമ്മൾ കേട്ടിട്ടുണ്ടല്ലേ, ആദ്യത്തെ ഇന്ത്യയുടെ വാർത്താവിനിമയ ഉപഗ്രഹമാണ് ആപ്പിൾ വിക്ഷേപിച്ചത് 1981. ഈ വർഷം ചോദിച്ചിട്ടുണ്ട്. 1981 ജൂൺ 19 ആപ്പിൾ വിക്ഷേപിച്ചത്. ഓക്കെ, ചോദ്യം, ഇന്ത്യ വിക്ഷേപിച്ച ആദ്യത്തെ കൃത്രിമ ഉപഗ്രഹം ആര്യഭട്ട. അടുത്ത അവസാനത്തെ ചോദ്യം, INC പ്രസിഡന്റായ ആദ്യ വനിത. ഉത്തരം ആനി ബെസന്റ്. അയർലൻഡ് വംശജയായ ആനി ബെസന്റ് ആണ് INC പ്രസിഡന്റായ ആദ്യത്തെ വനിത എന്ന് പറയുന്നത്. ആദ്യത്തെ വിദേശ വനിത കൂടിയാണ് ആര്? ആനി ബെസന്റ്. INC പ്രസിഡന്റായ ആദ്യത്തെ വനിതയും ആദ്യത്തെ വിദേശ വനിത ആര് തന്നെയാണ്? ആനി ബെസന്റ് ആണ്. എന്നാൽ ചോദ്യം, ആനി ബെസന്റ് ഏത് വർഷമാണ് INC പ്രസിഡന്റ് ആയതെന്ന് വെച്ചാൽ 1917. 1917 കൊൽക്കത്തയിൽ നടന്ന സമ്മേളനത്തിലാണ് ഇവർ INC പ്രസിഡന്റ് ആകുന്നത്. എന്നാൽ INC പ്രസിഡന്റായ ആദ്യത്തെ ഇന്ത്യൻ വനിത സരോജിനി നായിഡു ആണ്. 1925 കാൺപൂർ സമ്മേളനത്തിലാണ് സരോജിനി നായിഡു അധ്യക്ഷത വഹിച്ചത്. അപ്പോൾ ഇന്ത്യയിലെ ആദ്യത്തെ INC പ്രസിഡന്റ് എന്ന് പറയുന്ന വനിതാ INC പ്രസിഡന്റ് ആനി ബെസന്റും ആദ്യ വിദേശ വനിതയായ ആനി ബെസന്റ് തന്നെയാണ്. എന്നാൽ ആദ്യ ഇന്ത്യൻ വനിത, INC പ്രസിഡന്റായ ആദ്യ ഇന്ത്യൻ വനിത സരോജിനി നായിഡു. അടുത്ത ചോദ്യം, INC പ്രസിഡന്റായ രണ്ടാമത്തെ വിദേശ വനിതയാണ് നെല്ലിസൺ ഗുപ്ത. 1933 കൊൽക്കത്ത സമ്മേളനത്തിലെ അധ്യക്ഷത വഹിച്ച നെല്ലിസൺ ഗുപ്തയാണ് INC പ്രസിഡന്റായ രണ്ടാമത്തെ വിദേശ വനിത. ഓക്കെ, ഇവരാണ് മൂന്നാമത്തെ വനിതയും. INC പ്രസിഡന്റായ മൂന്നാമത്തെ വനിതയും INC പ്രസിഡന്റായ രണ്ടാമത്തെ വിദേശ വനിതയും ആരാണ്? നെല്ലിസൺ ഗുപ്തയാണ്. വർഷം 1933. ഓക്കെ, ഇപ്പോൾ മോസ്റ്റ് പ്രീവിയസ്ലി ആയിട്ടുള്ള ചോദ്യങ്ങളാണ് നമ്മളിന്ന് നോക്കിയത്. കിട്ടാത്ത പോയിന്റ്സ് ഉണ്ടെങ്കിൽ എഴുതിയെടുക്കാൻ നോക്കുക. താങ്ക് യു.